ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ആരംഭിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ചേർന്ന് നിർവഹിക്കുന്നു. തത്സമയം जय जय एनडीए ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ആരംഭിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വീണ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ചേർന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ കൂടി. അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുക എന്നുള്ളത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബി.ജെ.പിയിൽ തകൃതിയായി നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ചേർന്നാണ് ഇപ്പോൾ നാട മുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഉടൻ തന്നെ അല്പ നിമിഷങ്ങൾക്കകം തന്നെ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ആ ഒരു കർമ്മം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആ ഒരു ഉദ്ഘാടനത്തിന്റെ മറ്റൊരു കർമ്മം കൂടി നടക്കുന്നതായിരിക്കും. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം തന്നെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളും അതുപോലെ തന്നെ ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ അടക്കമുള്ളവരൊക്കെ ഈ ഒരു സാന്നിധ്യത്തിൽ, മഹനീയമായ സാന്നിധ്യത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകരാണ് ഇവിടെ ഈ ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ മാരാർജി ഭവനിൽ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളത് വിപുലമായി തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓരോ സെക്ഷനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകപരമായിട്ടുള്ള ഒരു ഓഫീസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഒരു ഇലക്ഷൻ ഓഫീസുണ്ട്, മഹിളാ കാര്യാലയമുണ്ട്, അതുപോലെ തന്നെ ലീഡേഴ്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മീഡിയ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വേർതിരിച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാകും ഉണ്ടാകുക എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ മികച്ച വിജയം അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അത് കൗൺസിലർമാരുടെയും ഒപ്പം തന്നെ മെമ്പർമാരും നിലവിൽ വാർഡുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലടക്കം രൂക്ഷമായുണ്ടായിരുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഈ തെരുവുനായ ശല്യമടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അത് നടത്തുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ശുഭസൂചന അത് നമുക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു സാഹചര്യം കൂടിയാണ്. അതിനാൽ തന്നെ ഒരു തുടർ വിജയം ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിളക്ക് കൊളുത്തുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലവിളക്ക് കൊളുത്തിയിരിക്കുകയാണ്. മറ്റു നേതാക്കളെല്ലാം, സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ഈ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ അണികളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വലിയ തരത്തിലുള്ള സന്തോഷം നൽകുന്ന കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അരയും തലയും മുറക്കി ബി.ജെ.പി. രംഗത്തെത്തുന്നതോടുകൂടി ഇടതു വലതു മുന്നണികൾ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നിരവധി നേതാക്കളാണ് ഈ ചടങ്ങിൽ
സന്നിഹിതരായിരിക്കുന്നത്. ഇന്ത്യയുടെ നേതാക്കൾ അവിടെ എത്തിച്ചേർന്നതിനോടൊപ്പം വലിയ സൗകര്യങ്ങളോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് എല്ലാ തരത്തിലും സജ്ജമാകുന്ന സംവിധാനങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. MS വീണയാണ് വിശദാംശം. ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ വി മുരളീധരൻ, ശ്രീ PK കൃഷ്ണദാസ്, ശ്രീ അഡ്വക്കേറ്റ് കാമരാക്ഷൻ, ശ്രീ അഡ്വക്കേറ്റ് പേരൂർക്കര ഹരികുമാർ, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ, ശ്രീ അരുൺ വേലായുധൻ,